വേദുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ ഇത്. ഹിത്താല തണുക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ടുള്ള കുളി. അപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് നമ്മൾ വയറ് കെട്ടി ഒതുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പോൾ അതിന്റെ ഒരു ഇന്ന് 3rd ഡേ ആണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു, അപ്പോൾ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളത് കെട്ടുന്നത് ഈ ഉടുപ്പിന്റെ അകത്തൂടെയാണ് കെട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ കാണിക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ പുറത്തൂടെ എങ്ങനെയാണ് കെട്ടുന്നത് കാണിച്ചു തരാം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 3rd ഡേയിൽ എനിക്ക് ഇത്രയും വയറുണ്ടേ. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാനം ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് കെട്ടണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ 30 ഡേയ്സ് കഴിഞ്ഞാൽ അങ്ങനെയാവും നോക്കാം. അതെ, ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോട്ടന്റെ ലോങ് ആയിട്ടുള്ള 5 മീറ്ററോളം നീളം വരുന്ന ഒരു തുണിയാണ്. നമുക്കത് കെട്ടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പണിയും ചെയ്തു അവസാനം ഇതും കൂടെ അല്ലേ പ്രസവരക്ഷയും കൂടെ നമ്മുടെ ഇതിലായിട്ടുണ്ട്. വയറ് കെട്ടിവെക്കുന്നത് വയറ് കുറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അതിന് പല ഗുണങ്ങളുണ്ട്. ഒന്നാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ലൂസായ അബ്ഡോമിനൽ മസിൽസും പൊസിഷൻസ് മാറിയിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടരുത്. അങ്ങനെ ഒരു പ്ലേസിൽ മാത്രം ടൈറ്റ്നെസ് വന്നു കഴിഞ്ഞാൽ അബ്ഡോമിൻ്റെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ പോക്കറ്റ്സ് ക്രിയേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് താഴെ ഭാഗം തൂങ്ങിക്കിടക്കാനും ഗ്യാസിൻ്റെ ഒക്കെ ഇഷ്യൂസ് പിന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് പിന്നീട് നമ്മൾ ഫിസിയോതെറാപ്പീനെ കൺസൾട്ട് ചെയ്യാൻ പോകേണ്ടതൊക്കെ വരും. അതുകൊണ്ട് മുകളിൽ തൊട്ട് അടിഭാഗം വരെ ഈവൻലി തുല്യമായിട്ടുള്ള ടൈറ്റ്നെസ്സിൽ വേണം കെട്ടുവെക്കാൻ. ഒരുപാട് ടൈറ്റ് ആയി പോകാൻ പാടില്ല, നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ളതാണ്. പക്ഷെ ലൂസ് ആവുകയും ചെയ്യരുത്. ഇതൊരു പ്രത്യേക രീതിയിൽ ലോക്കിട്ടാട്ടോ കെട്ടുന്നത്. നമ്മുടെ 5 മീറ്ററിൻ്റെ തുണി ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഒരു സൈഡ് ഇപ്പുറത്തോട്ട് വലിച്ച് മറ്റേ അറ്റം വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ലോക്ക് ഇടുക. അതിനുശേഷം ആണ് കെട്ടേണ്ടത്. ഇപ്പോൾ ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു സൈഡ് നമ്മളിങ്ങനെ കെട്ടാൻ വേണ്ടി ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ട് ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ ചുറ്റി എടുക്കുന്നത്. സോ 2-3 പ്രാവശ്യം നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ പഠിക്കും. ഇങ്ങനെ കെട്ടുവാണെങ്കിൽ ടൈറ്റായിട്ട് നമ്മൾ കുറേ നേരം ഇരിക്കുകയും ചെയ്തോളും. പൊസിഷൻസ് മാറുകയോ ഒന്നുമില്ല, ഒരു ബലം കിട്ടും. അങ്ങനെ കെട്ടാൻ ഈ ഒരു മെത്തേഡ് അടിപൊളി കേട്ടോ. ഇത് കണ്ടോ. അപ്പം ഈ ഒരു ഇതിലാണ് അടിഭാഗം വരെ നമ്മുടെ ഈ അടിവയറിൻ്റെ അവിടെ തൊട്ട് മോള് ഭാഗം വരെ ഈ കെട്ട് ലെവലിൽ വരണം. ബാക്ക് വരേണ്ടത് കണ്ടോ, താഴെ മുതൽ മോള് വരെ നല്ലൊരു സപ്പോർട്ട് കണ്ടോ. ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത് ഡെയിലി ചെല്ലും തോറും വയറ് കുറയുന്നതനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മിച്ചമുള്ള നമ്മളിങ്ങനെ ചുറ്റി ടൈറ്റായിട്ട് കെട്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് കെട്ടി സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കും. യാതൊരു തരത്തിൽ മൂവ്മെന്റിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കില്ല. നല്ല ടൈറ്റാണ് വെച്ചാൽ ഭയങ്കര ടൈറ്റ് അല്ല, പക്ഷെ നമുക്ക് നല്ലൊരു പിടുത്തം കിട്ടും. ഇനി ഒരു ബാക്ക് പെയിന് വേണ്ടി മേടിച്ച നമ്മുടെ ഒരു ബെൽറ്റ് കൂടിയുണ്ട്. ബെൽറ്റ് കെട്ടണമെന്ന് നിർബന്ധമില്ല, ബട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു, നടുവേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ബെൽറ്റ് കെട്ടുമ്പോൾ അതെ നമ്മുടെ ഇവിടുന്ന് തന്നെ തുടങ്ങണം. നമുക്ക് ഇവിടെ ഒന്നും കയറ്റി പിടിക്കരുത്. ഇവിടെ അത് അത്യാവശ്യം ഇച്ചിരി ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ഓക്കെ, അതിനുശേഷം മോളിൽ നിന്നുള്ളത് ഇവിടെ അടിപൊളി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെട്ടി വരുമ്പോൾ വയറെല്ലാം അങ്ങോട്ട് കൂടി ഇവിടെയും വരാൻ പാടില്ല, അടിയിലോട്ടും പോകരുത്. സിമെട്രിക്കലി മൊത്തം തുല്യമായിട്ട് തിരിച്ചു പോകണം അല്ലേ. ഹാപ്പിയാണ്. ഇനി ഇങ്ങനെ കിടന്നാൽ മതി. ഇത് 24 ഹവറും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 6 hours കഴിയുമ്പോൾ നമ്മളൊന്ന് അഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ½ an hour ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെയും കെട്ടുക. പക്ഷെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നമ്മളിത് കെട്ടിയിട്ടേ ഫുഡ് കഴിക്കാവുള്ളൂ. കെട്ടിയിട്ട് ഇരുന്നു, അല്ലാതെ റിലാക്സ് ആയിട്ട് ഇരുന്ന് ഫുഡ് അടിക്കരുത്, അത് ശരിയാവത്തില്ല. പിന്നെ കിടക്കുമ്പോഴും ഇതുണ്ടാവണം ഇച്ചിരി ലൂസായിട്ട് അല്ലേ. അപ്പൊ ഏതൊക്കെ അതിന്റെ റിസൾട്ട് എന്നാ നമുക്ക് 1 month കഴിയുമ്പോൾ അറിയാം. അല്ല, റിസൾട്ട് എന്താന്ന് പറയുന്നത്, ടുട്ടൂനെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് അത് അമ്മയുടെ ശുശ്രൂഷ, ഇത് എന്റെ ശുശ്രൂഷ.
നമ്മൾ ആ തുണി കെട്ടി കഴിയുമ്പോഴല്ലോ അതിൻ്റെ ഈ ഒരു ഇതിലാണ് ഇരിക്കേണ്ടത്. ഇത് കണ്ടോ, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള 3rd ഡേ ആണ്. 3rd ഡേ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ശകലം ഒരു ബൾജിങ് കണ്ടോ. ഇത് കണ്ടോ, ഇത് നേരെ സെൻറ്ററിൽ ഇങ്ങനെ വരണം.